അറിയാം അല്ലെ? അബുദാബിയാണ് ക്യാപിറ്റൽ അല്ലെ? UAE 7 എമിറേറ്റ്സുകളുണ്ട്. ആ എമിറേറ്റ്സുകളിൽ ക്യാപിറ്റൽ ആയിട്ടുള്ളത് UAE ആണ്. എന്നാൽ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്കുണ്ടാവുമല്ലോ ഇതേപോലെ എമിറേറ്റ്സുകൾ ഉണ്ടാവണം, സ്റ്റേറ്റുകൾ ഉണ്ടാവണം, അതിനൊരു ക്യാപിറ്റൽ ഉണ്ടാവണം. കേരളത്തിന്റെ ക്യാപിറ്റൽ ഏതാ? കേരളത്തിന്റെ തലസ്ഥാനം ഓക്കെ ആൻസർ No. ട്രിവാൻഡ്രമാണ് കേരളത്തിലാണ്. അത് ഇന്ത്യയുടെ മുമ്പ് പറഞ്ഞത് ഇന്ത്യയുടെ ക്യാപിറ്റലാണ് കേട്ടോ. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഇന്ത്യയുടെ ക്യാപിറ്റല് ന്യൂഡൽഹി, പക്ഷെ യഥാർത്ഥത്തിൽ കേരളത്തിന്റെയാണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമ്മളെല്ലാവരും ഇനി അടുത്ത് ഒരു പെരുന്നാളോട് ആഘോഷിക്കാൻ പോകും അല്ലേ? ഏത് പെരുന്നാളാ? ചെറിയ പെരുന്നാളോ വലിയ പെരുന്നാളോ? വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാവരും ഹജ്ജിന് പോകുന്ന അല്ലെ? നമ്മുടെ ആളുകളൊക്കെ ഹജ്ജിന് പോകുന്ന ഒരു കഅബ, മക്ക, മദീന എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ പോയി ഹജ്ജിന് ചെയ്യാൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന സ്ഥലമാണ് അല്ലെ? അതല്ലേ മക്കയും മദീനയും കാണാൻ വേണ്ടിയല്ലേ? മക്ക കാണാൻ വിധി കേട്ടല്ലാ അള്ളാ എന്ന പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഈ മക്കയും മദീനയും സ്ഥിതി ചെയ്യുന്ന രാജ്യം കൺട്രി. രാജ്യം എന്ന് പറയാൻ മനസ്സിലാവില്ല, അപ്പൊ കൺട്രി ഓക്കെ. ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മളിപ്പോ അബുദാബി UAE-ലാണെന്ന് പറയുന്നത് പോലെ മക്കയും മദീനയും ഇവിടെയാണ്. ഓക്കെ അറിയില്ല. സൗദി അറേബ്യ. ഇല്ല. ഓക്കെ, രണ്ടാമത്തെ ഒന്നുകൂടെ കൊടുക്കാം. ഒരു കറക്റ്റ് ആയിട്ട് വരുന്നത് അങ്ങനെ 1301311 2 പോയിന്റും മറ്റത് 3. നമ്മളിപ്പോ സാഹിത്യോത്സവം അല്ലേ? പാട്ട് പാടി, അതുപോലെ സമയമില്ലാതെ വലിയ കാക്കന്മാരൊക്കെ ഇങ്ങനെ പാടാനും പാട്ട് പാടാനും പറഞ്ഞത്, പക്ഷെ സമയമില്ല പോകണം, ഭക്ഷണം കഴിക്കണം. അതുകൊണ്ട് ഞങ്ങളൊക്കെ നാളെ അല്ലെങ്കിൽ വേറെ ദിവസം അടുത്ത വെള്ളിയാഴ്ച അവിടെ മുസഫയിൽ വെച്ചിട്ട് ഞങ്ങളൊക്കെ പാട്ട് പാടും. അപ്പൊ നിങ്ങൾ കേൾക്കാൻ പറ്റില്ലേ? നിങ്ങൾക്ക് അതുപോലെ പ്രസംഗിക്കുകയും ചെയ്യണം. ഈ പഠിച്ചത് മുഴുവനും നമ്മൾ പ്രസംഗം ചെയ്യണം. മറ്റു പെർഫോമൻസ് കാണിച്ചാൽ പോരാ. ഇവിടെ കാണിച്ചത് ഇവിടെ ഫസ്റ്റ് കിട്ടി സമ്മാനമായി ഇങ്ങനെ പോകാനുള്ളതല്ല. പിന്നെയും അത് പോയി പഠിച്ചിട്ട് നല്ലതുപോലെ പഠിച്ച് അടുത്ത വെള്ളിയാഴ്ച അവതരിപ്പിക്കൂലേ? നല്ലതുപോലെ അവതരിപ്പിക്കില്ലേ? ഓക്കെ, അല്ലാതെ. പക്ഷെ നമ്മൾ ഈ പരിപാടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് RSCയുടെ പരിപാടിയാണ് അല്ലെ? RSC എന്താണ് ഫുൾ ഫോം? RSCയുടെ ഫുൾ ഫോം ആരുമുണ്ടല്ലോ. അതിന്റെ ഫുൾ ഫോം RSC. ആരെന്താണ് എസ് എന്താണ്? ആരുമുണ്ടല്ലേ? ടച്ച് മീ ആൻസർ ഓക്കെ. ഗുഡ്, വെരി ഗുഡ് ആൻസർ ആണ്. സ്റ്റഡി സർക്കിൾ കഴിയോ? പിന്നെ അപ്പൊ എത്രയും മോനെ ക്വസ്റ്റ്യൻ? 8. 10 ക്വസ്റ്റ്യനാണ്. സ്റ്റഡി സർക്കിൾ ആൻസർ ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ആരും കണ്ടില്ല. എന്ത് ചെയ്യാനപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. UAE-യുടെ പ്രസിഡന്റ് ആണ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് ആൽ നഹ്യാൻ. ഇന്ത്യയുടെ പ്രസിഡന്റ്, ഹു ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഒരു പെണ്ണാണ് കേട്ടോ. അതെല്ലാം അറിയില്ല. ഒരു ക്ലൂ അല്ലേ? മോനെ കുഷമൻസേന നമ്മുടെ ഇന്ത്യന്റെ പ്രസിഡന്റ് ആര്? ഉമൈദ് വൻസേന കുഷമൻസേന നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആര്? രാഷ്ട്രപതി ആര്? ഇന്ത്യയുടെ രാഷ്ട്രപതി ആര്?
ആൻസർ മനസ്സിലില്ല അതൊരു പട്ടേൽ പ്രതിഭ പട്ടേൽ കറക്റ്റ് ആൻസർ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വെട്ടിലാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ഇപ്പൊ നമ്മള് ഒരു ഇത് ചോദിച്ചു, പിന്നെ ഫുൾ ഫോം ചോദിച്ചു. അതുപോലെ UAE അതിന്റെ ഫുൾ ഫോം UAE എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഫുൾ? ഓക്കെ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അബുദാബി. ഓക്കെ, ഇല്ല, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഗുഡ് ആൻസർ ആണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ് UAE എന്നാണ് അതിന്റെ. കൺഗ്രാറ്റുലേഷൻ. 103. ഇതിന്റെ നിലവാരം കുറിച്ച് ഒന്നാം ചെയ്ത് ഫസ്റ്റ് ആരാണ്? 10 questions solved English. Okay, 10 questions. Finish. Now finish. 101 2 point. 102 point ഒന്നുമില്ല. 103 6 point. 103 first prize. Second prize 101. ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ച നമ്മുടെ മനുവരുന്ന അബ്ദുള്ള ഒരു സ്കൂളിലെ ഒരു കവിത ഇംഗ്ലീഷ് ടിങ്കിൾ ടിങ്കിൾ. Telling lies to Papa, open your mouth. ശരി, ഇതോടുകൂടെ ഈ മത്സരം ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.